എന്നോട് അപ്പളേ പറഞ്ഞാണ് ഈ മുടി വെട്ടേണ്ടത്. എടാ വെയിലൊക്കെ അല്ലേ, അത് വെച്ച് മുടി വെട്ടാൻ തോന്നിപ്പോയി. ആ മയിൽപ്പീലി മൊണ്ണ ഇങ്ങനെ ആക്കി വെക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച. എനിക്കില്ലെങ്കിൽ ഈ ഹിന്ദിക്കാരൻ്റെ കടയിൽ കിട്ടിയോളാം. അയാളോട് ജസ്റ്റിൻ ബീബറിന്റെ മുടി വെട്ടി വയ്ക്കാൻ പറഞ്ഞപ്പോൾ റെസ്റ്റ് ഇൻ പീസ് ആക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ? മുടി കീ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ കാണിച്ചു വെച്ചേക്ക് നോക്ക്, ലിയോദാസ് ആക്കാൻ പറഞ്ഞപ്പോൾ ബയോഗ്യാസ് ആക്കി വിട്ടേക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഹിന്ദിക്കാരേ ഉള്ളൂ. ഇല്ലെങ്കിലേ ഹിന്ദിക്കാർക്ക് മുടി വെട്ടാൻ അറിയത്തില്ല. ഒരു സൈഡ് കറക്റ്റായിട്ട് ചെയ്തിട്ട് മറ്റേ സൈഡ് കുളമാക്കിയാലേ എമാർക്ക് സ്വസ്ഥത കിട്ടത്തുള്ളൂ. അതൊക്കെ നമ്മുടെ പഴയ മുടി വെട്ടുകാർ. ബോക്സർ അടിച്ച് തരാൻ പറഞ്ഞാൽ ബോക്സർ അടിച്ച് തരും, പറ്റ വെട്ടാൻ പറഞ്ഞാൽ പറ്റ വെട്ടു. ഇല്ലെങ്കിൽ ഈ ബംഗാളികളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. വല്ല ആംഗ്യ ഭാഷ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. എനിക്ക് പിന്നെ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അനി ഹിന്ദിയിൽ എന്തോ പറയുന്നത്? എടാ ഏറെ കട്ട് കറോ പൈസ പേടിഎം കറോ. ചുമ്മാ അല്ല, എനിക്ക് നമ്മളെ പഴയ ബാർബർ ഷോപ്പുകളും അവിടുത്തെ മലയാള പാട്ടുകളും അവിടുത്തെ റേഡിയോകളും. ഇപ്പൊ അവിടെ ചെന്നാൽ കുറെ ഭോജ്പുരി പാട്ടേ കേൾക്കാൻ പറ്റുള്ളൂ. തൊലി ഉരിഞ്ഞു. എടാ നിന്റെ മുടി കണ്ടാലുണ്ടല്ലോ ലിയോദാസിന്റെ ഒരു സൈഡിൽ ഒന്ന് ഉണുക്ക വീണവരുണ്ട്. കൂടുതൽ ചിരിക്കട്ടെ, നിന്റെ തല കണ്ടാത്തൊന്നും ജസ്റ്റിൻ ബീബറിനെ പൂച്ചാണ്ടി നക്കിയത്. സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാണോ ആക്കേണ്ട? ശരിയാടാ, അല്ലേലും ഈ മുടിയൊക്കെ 2 ആഴ്ച കഴിഞ്ഞ് ശരിയായിരിക്കൂ. അതുവരെ എന്തോ ചെയ്യും? അതുവരെ വല്ല വിഗും തൊപ്പിയിട്ട് കിടക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഇപ്പോഴേ ആൾക്കാരൊക്കെ നോക്കുമ്പോ ഞാൻ പോന്നു. ശരിയാണ്, ഞാനും കൂടെ അങ്ങ് പോവാ.